ഇന്നെനിക്ക് പാർലർ വരെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ഹെയറൊക്കെ കുറച്ചൊന്ന് വളർന്ന് റൂട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് കരുതിയിട്ട് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് കുറച്ച് സമയം കിട്ടി. ആ സമയത്തിന് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പോകാമെന്ന് വെച്ചു. അങ്ങനെ എന്തായാലും നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വെച്ചു ആ ഒരു രാത്രിയിൽ. വണ്ടിക്ക് ചെറിയ പണിയൊക്കെ ആയതുകൊണ്ട് ഏകദേശം ഒരു 3 ആഴ്ച കൊണ്ട് ഞാൻ ഫുൾ ബസ്സിലും അങ്ങനെയൊക്കെയാണ്. ആരെങ്കിലും വണ്ടി കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നും കാൽനടയായിട്ടാണ് പോകുന്നത്. ബസ് സ്റ്റോപ്പിലെത്താൻ കുറച്ച് ദൂരമുണ്ട്. നമ്മുടെ ഒരു മാരായമുട്ടം ജംഗ്ഷനിലെത്തണം. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് കുടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഇത്. ഇവിടെ വലിയ ആറൊക്കെ ഉണ്ട്. പിന്നെ ഒരു വയോജന പാർക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ക്ഷേത്രം, മാണഭവം ക്ഷേത്രം എന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ ഈ ഒരു ലൊക്കാലിറ്റിയുള്ള എല്ലാ ഏകദേശം പേർക്ക് അറിയാമായിരുന്നു. ശരിക്കും നമ്മൾ നടന്നു പോകുമ്പോഴാണല്ലേ ഈ ഒരു കാഴ്ചകളൊക്കെ കൂടുതൽ ആസ്വദിച്ച് അങ്ങനെ പോകുന്നത്. ഗൈസ്, നടന്നിട്ട് എത്തുന്നില്ല. മെയിൻ റോഡെത്തി കണ്ടെങ്കിൽ മതിയായിരുന്നു. നല്ല ചൂടെടുക്കുന്നുണ്ട്. ഒരു 12 മണി ഏകദേശം ആവാൻ പോകുന്നു. നട്ടുച്ചയ്ക്ക് തന്നെ എനിക്ക് ഇറങ്ങണം വട്ടുണ്ടോ എന്ന് ചോദിക്കാം. പക്ഷെ ഇപ്പോഴാണ് സമയമുള്ളപ്പോഴേ നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മെയിൻ റോഡ് എത്തി. കുറച്ചൊരു ദൂരം കൂടെ ഉണ്ട് ബസ് സ്റ്റോപ്പിലെത്താൻ വേണ്ടിയിട്ട്. വീണ്ടും അങ്ങോട്ട് നടന്നു അങ്ങറ്റത്ത് കാണുന്നു, അവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. നമ്മുടെ മാരായമുട്ടം ജംഗ്ഷനാണ് ഇത്. അടുത്തിനി ബസ്സിന് വേണ്ടിയിട്ടുള്ള നീണ്ട കാത്തിരിപ്പാണ്. ഇവിടെ ബസ്സൊക്കെ സമയം തെറ്റി വന്നു കഴിഞ്ഞാൽ കുറേ നേരമൊക്കെ ഇരുന്നിരുന്ന് മുഷിഞ്ഞായിരിക്കും ബസ് ഇടുന്നത്. അങ്ങനെ ഇപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഈ ബസ്സിന് കാത്തിരിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഫൈനലി എനിക്ക് ബസ്സൊക്കെ കിട്ടി. ഞാൻ നേരെ അമരവിള നമ്മുടെ ചർച്ചൊക്കെ ഇരിപ്പില്ലേ, അവിടെയാണ് ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് നേരെ ഇറങ്ങി സൈഡിൽ കൂടെ നമ്മൾ സ്കൂളിൻ്റെ വഴിയുണ്ട്. ആ ഒരു വഴി നേരെ ചെന്നിട്ട് വലത്തോട്ടാണ് പുല്ലാമല സ്കൂൾ, PGMVHSS പുല്ലാമല സ്കൂളിലോട്ട് റോഡുണ്ട്. അപ്പോൾ ആ റോഡിലോട്ടാണ് ലൊക്കേഷൻ വരുന്നത്, നമ്മുടെ പാർലറിൽ വരുന്നത്. ഇവിടെ നിന്നും 4ാമത്തെ വീടാണ്. വീടിൻ്റെ മുകൾ ഭാഗത്താണ് ചേച്ചി പാർലർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ഫൈനലി വീട്ടിൻ്റെ ആ ഒരു ഫ്രണ്ടിലോട്ട് മതിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി ഒരു ചെറിയൊരു ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ണിൽ കാണണമെങ്കിൽ ലെൻസൊക്കെ വെച്ച് നോക്കേണ്ടി വരും. അപ്പം ഒരു ബോർഡൊക്കെ മാറ്റി പറയാം. അങ്ങനെ പിന്നെ ഞാൻ അകത്തോട്ട് വിളിച്ച് ചേച്ചി വിളിച്ചപ്പോഴും ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എവിടെ പോയിട്ടപ്പോൾ വന്നതേ ഉള്ളൂ. അങ്ങനെ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വീട് വരുന്നത്. ആ ഒരു ജംഗ്ഷൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 4ാമത്തെ വീടാണ്. അപ്പോൾ പിന്നെ ഞാൻ മേഖലയിലോട്ട് നേരെ കയറി. ഇതാണ് നമ്മുടെ പാർലർ. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ചേച്ചി കുറേ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഹൈഡ്രാ ഫേഷ്യലൊക്കെ നല്ല ഓഫറുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്ത് അതിനുശേഷം ക്രീം തേക്കുന്നുണ്ട്. ക്രീം തേച്ചിട്ട് വീണ്ടും ഒരു വാഷുണ്ട്. അത് വാഷ് ചെയ്ത് വന്നിട്ട് അയൺ ചെയ്തു. ഫുള്ള് മുടിയെല്ലാം മൊത്തത്തിലൊന്ന് അയൺ ചെയ്തു. ആ ഒരു റൂട്ട് ചെയ്തതിൻ്റെ അവിടെ അത്രയും അയൺ ചെയ്ത് ലാസ്റ്റായിട്ട് ഒരു ക്രീമും കൂടെ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റാണ് ആ ഒരു ക്രീം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ട് ഇറങ്ങി നേരെ എനിക്ക് നെയ്യാറ്റിൻകര വിലാസത്തിലോട്ട് പോകണമായിരുന്നു. നേരെ ബസ് ഇറങ്ങി അവിടെ വന്നിറങ്ങിയിട്ട് നേരെ വിലാസത്തിലോട്ട്. അവിടെ നിന്ന് കുറച്ച് മെറ്റീരിയലൊക്കെ എടുക്കാനുണ്ടായിരുന്നേ. അതൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി കിട്ടി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? നിങ്ങൾ ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.